പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം കൊണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 16. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. 17 ഇങ്ങനെ പറയുന്നു: ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് യെശയ്യാ പ്രവചനം 61 നല്ലവണ്ണം അറിയാം അല്ലേ? അതിനകത്ത് യേശു കർത്താവിൻ്റെ ഒരു പ്രൊഫറ്റിക് പിക്ചർ നമുക്ക് കാണാം. നമുക്കറിയാം, മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ക്ലോസ് ഫ്രണ്ടായിരുന്നു യേശു. ഈ 61-ാം അധ്യായം യെശയ്യാവിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ 1-ാം വാക്യത്തിൻ്റെ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് ഗോഡ് വിൽ റിസ്റ്റോർ ആൻഡ് റീബിൽഡ് റൂയിൻസ്. എല്ലാ വിഷയവും നമ്മുടെ ജീവിതത്തിലെ തവിട് പൊടിയായി തീർന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും അതിനെ റിസ്റ്റോർ ചെയ്ത് റീബിൽഡ് ചെയ്ത് നമ്മൾ അന്തിച്ച് നോക്കത്തക്കവണ്ണം കർത്താവ് തിരിച്ചത് നമ്മുടെ കയ്യിൽ തരും. ഈ റിസ്റ്റോറും റീബിൽഡിങ്ങും അത് ഇൻറ്റിമേറ്റ്ലി ബ്യൂട്ടിഫുള്ളാണ് നമുക്ക്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ 2 കാര്യം മാത്രമല്ല, ഒരു 3rd പാർട്ടും കൂടെ അതിനുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നാം അവൻ്റെ സന്നിധാനത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ. അതായത് റീസ്റ്റോർ ആൻഡ് റീബിൽഡ് മാത്രമല്ല, ദൈവത്തിൻ്റെ കപ്പാസിറ്റി എന്തിനാണെന്നറിയാമോ? റിഡീം ചെയ്യാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ. അത് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മിൽ നിന്ന് അവനെ എങ്ങനെ ആശ്രയിക്കണമെന്നും ഈ മരുഭൂയാത്രയിൽ നമ്മെക്കുറിച്ചുള്ള അവൻ്റെ ഗ്രേറ്റ് പർപ്പസ് എന്താണെന്നും അനേക കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മളൊരാളെ സഹായിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് പോകേണ്ട വഴി, ദിസ് ഇസ് ദ വേ ത്രൂ. അങ്ങനെ നാം പറഞ്ഞു കൊടുക്കുമല്ലേ? അങ്ങനെ നാം പറഞ്ഞു കൊടുക്കുന്ന പാത എങ്ങോട്ടാണ് നയിക്കുന്നത്? ഹിസ് ഗുഡ്നെസ് ആൻഡ് ഗ്രേസ്, ദൈവത്തിൻ്റെ നന്മയിലേക്കും കൃപയിലേക്കും ആ പാത നയിക്കും. അതാണ് ദൈവത്തിൻ്റെ ശക്തിയേറിയ വിശുദ്ധമായ റിഡംപ്റ്റീവ് വർക്ക്. ആൻ ഓവർഫ്ലോ ഓഫ് ഹിസ് വർക്ക് ഇൻ യു ടു അതേഴ്സ്. നമ്മിൽ കൂടി അത് മുന്നോട്ട് പോകണം. അതായത് ദൈവത്തിന് മഹത്വവും ദൈവത്തിന് സ്തുതിയും കൊണ്ടുവരുന്നതായി തീരണം. യേശു കർത്താവ് തൻ്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, അതായത് കിങ്ഡം റിലമിൽ നാം നടക്കണം. ലോകത്തിൻ്റെ സാഹചര്യങ്ങളിലല്ല നാം നടക്കേണ്ടത്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ദോ ടൈംസ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കടന്നു വരും. അത് കടന്നു വരുമ്പോൾ നാം തകർന്നു പോകേണ്ടവരല്ല, തളർന്നു പോകേണ്ടവരല്ല. നാം ഉറച്ചു നിൽക്കണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ. എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു.
ദൈവത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും നാം ഓവർലുക്ക് ചെയ്യും, അല്ലേ? അവൻ്റെ വഴികൾ ഹാർഡ് ആൻഡ് ഡിഫിക്കൽട്ടാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഞാൻ പറയട്ടെ, ഈസിയും സ്മൂത്തും ഒന്നുമല്ലെങ്കിലും അത് ഹോളിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ട്രബിൾസ് കടന്നു വരും. എന്നാൽ നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ നമുക്ക് അവനെ കാണുവാൻ കഴിയണം, അവനിൽ ചാരുവാൻ കഴിയണം. കൃപയുടെ പല റിഥംസ് ആര് നിർബന്ധിച്ച് നമ്മെ ഏൽപ്പിക്കാതെ അനുഭവിപ്പാനും അറിവാനും നമുക്ക് കഴിയണം. ഒരിക്കലും ഈവൻ ദോ ടൈംസ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വരുന്ന ടൈം ഓഫ് വെയിറ്റിംഗ് ആയിട്ട് തീർന്നാലും മനസ്സിലാക്കണം, സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. നമ്മുടെ കണ്ണുയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് നോക്കാം. ഈ ലോകത്തിലെ ബുദ്ധിമുട്ടേറിയ കാഠിന്യമേറിയ സന്ദർഭങ്ങൾ വളരെ ക്ലിയറായിട്ട് വളരെ ആഴത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ കൂടി വെളിപ്പെടേണ്ടത് അവൻ ചെയ്തെടുക്കും. പക്ഷേ അവനിൽ ചാരി അവനിൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം. കംപ്ലീറ്റ്ലി അവനെ നാം ട്രസ്റ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ജീവിതയാത്ര ലൈഫ് ലോങ് ജേർണി ഓഫ് വാക്കിംഗ് ആൻഡ് സറണ്ടറിങ്ങാണ്. പിന്നെയും ചോദിച്ചാലും ഇറ്റ് ഈസ് എ ജേർണി ഓഫ് വാക്കിംഗ് ആൻഡ് സറണ്ടറിങ്. ദൈവവഴിയിൽ നടക്കുക, കീഴ്പ്പെട്ട് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക, ദൈവത്തെ കൂടുതലധികമായി രുചിച്ചറിയുക. നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടി അനുഭവങ്ങൾ കൂടി നാം ഗ്രഹിച്ച് മനസ്സിലാക്കി അറിയേണ്ട ഒരു കാര്യം, ഹീ ഈസ് ട്രസ്റ്റ് വർത്തി. നമ്മുടെ ദൈവം വിശ്വസിപ്പാൻ യോഗ്യനാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുന്നുണ്ട്, കം ലെറ്റ്സ് ഗോ. എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകുക എന്ന് പറയുന്നു. യേശുവിൻ്റെ ഇൻവിറ്റേഷനാണ്. അതെപ്പോഴും കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നതല്ലേ. ദൈവം നമ്മെ കരം പിടിച്ച് നമ്മോട് കൂടെ അവൻ നടക്കും. നമുക്കവൻ്റെ വഴികളെക്കുറിച്ച് അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ കേട്ടോ. അവൻ്റെ ശബ്ദം ഒന്നുകൂടെ തിരിച്ചറിയുവാൻ കൊണ്ടും ഇടയാകും. അവൻ്റെ സാന്നിധ്യം നമുക്ക് ചുറ്റും അവൻ തരും. അവൻ നമുക്ക് വേണ്ടി നിൽക്കും. അവനെ എങ്ങനെ നാം ആശ്രയിക്കണമെന്ന് അവൻ നമ്മെ പഠിപ്പിക്കും. രണ്ടാമത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീസസ് ഈസ് ഇൻ ഓൾ തിങ്സ്. എല്ലാറ്റിലും ദൈവമുണ്ട്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുമെന്നാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ നന്മയ്ക്കായിട്ടേ തീരത്തുള്ളൂ. യേശുവിനോട് കൂടെ നടന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും അവനെ നാം ക്ഷണിച്ച് അവൻ്റെ ഡിസയറൊക്കെ മനസ്സിലാക്കി അവനിൽ നിന്ന് പലതും പഠിച്ചെടുത്ത് നാം മുന്നേറുമ്പോൾ God is able to bring good out of all things. He is good God. And when He is invited into every circumstance, His goodness will prevail. യേശുവിനോടുകൂടിയുള്ള ആ മഹത്തായ നടപ്പുണ്ടല്ലോ, അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഗുഡ് ഔട്ട് ഓഫ് ഗുഡ് ഈസ് വണ്ടർഫുൾ. ഗുഡ് ഔട്ട് ഓഫ് ബാഡ് ഈസ് ഓവർവെൽമിങ്. മൂന്നാമത്, മേക്ക് ഹിസ് വേർഡ് യുവർ ഫൈനൽ അതോറിറ്റി. എല്ലാ വചനവും നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ദൈവശ്വാസീയമാണ്. അത് നമ്മുടെ ഗുണീകരണത്തിനുള്ളതാണ്. ഹോളി സ്പിരിറ്റ്, ദ ബ്രെത്ത് ഓഫ് ഗോഡ്, ഹല്ലേലൂയ, നമ്മെ ഇൻസ്പയർ ചെയ്യണം. നിത്യമായി നിൽക്കുന്ന വചനം, ഒഴിഞ്ഞു പോകാത്ത വചനം, ഇന്നും ഇന്നലെയും ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവവചനം, നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസസ്, അതെല്ലാം നമുക്ക് സ്വന്തമാക്കാമേ. ദൈവം എങ്ങനെ അവൻ്റെ വചനത്തെ വിശ്വസിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കും. നാലാമത്, സ്പീക്ക് ടു വാട്ട് ഗോഡ് സേസ്, നോട്ട് വാട്ട് ദ സർക്കംസ്റ്റൻസസ് സേസ്. സാഹചര്യങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ,
അത് നീ ശ്രദ്ധിക്കാൻ പോണ്ട. നീ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അറ്റൻഷൻ എന്തിലോട്ട് വെക്കണമെന്ന് ചോദിച്ചാൽ ദൈവം എന്ത് പറയുന്നു അതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാര്യവുമായിട്ട് നാം അടുത്ത് വരുമ്പോൾ ഓർക്കണം, സീയിങ് ഈസ് നോട്ട് ബിലീവിങ്. ഹല്ലേലൂയ. നിൻ്റെ കണ്ണുകൊണ്ട് നീ എന്ത് കാണുന്നു കുഞ്ഞേ? അതും പാസ് ചെയ്ത് പോവല്ലേ, ഫേഡ് ചെയ്ത് പോവല്ലേ. എന്നാൽ അൺസീനായിട്ടുള്ളത് റിലേറ്റ് ചെയ്യുന്നത് നിത്യമായ കാര്യങ്ങളെയാണ്. അവൻ്റെ വചനത്തെ വിശ്വസിക്കുക. അവൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുക. ഹിസ് ടൈമിങ് ആൻഡ് ഹിസ് പേർപ്പസ്. ഹല്ലേലൂയ. നാം ഓരോരുത്തരെക്കുറിച്ചുള്ള ഉദ്ദേശത്തിൽ, പെർഫെക്റ്റായിട്ടുള്ള ഉദ്ദേശത്തിൽ നാം നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എങ്ങനെയുള്ള ആശ്രയിക്കണമെന്ന് ഓരോ അനുഭവത്തിൽ കൂടി അവൻ നമ്മെ പഠിപ്പിക്കും. അവൻ ആരാണെന്ന് അവൻ നമ്മെ മനസ്സിലാക്കി തരും. ബിക്കോസ് എവറി ഗ്ലിംസ് ഓഫ് ഹിം വിൽ ഡ്രോ യു എവർ മോർ ഇൻ ടു ഹിം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ നല്ല വഴികൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പഠിപ്പിക്കുന്ന പാഠങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ നീ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 16. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന്. 17 ഇങ്ങനെ പറയുന്നു: ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് യെശയ്യാ പ്രവചനം 61 നല്ലവണ്ണം അറിയാം അല്ലേ? അതിനകത്ത് യേശു കർത്താവിൻ്റെ ഒരു പ്രൊഫറ്റിക് പിക്ചർ നമുക്ക് കാണാം. നമുക്കറിയാം, മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ക്ലോസ് ഫ്രണ്ടായിരുന്നു യേശു. ഈ 61-ാം അധ്യായം യെശയ്യാവിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ 1-ാം വാക്യത്തിൻ്റെ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്. സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന്, ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് ഗോഡ് വിൽ റിസ്റ്റോർ ആൻഡ് റീബിൽഡ് റൂയിൻസ്. എല്ലാ വിഷയവും നമ്മുടെ ജീവിതത്തിലെ തവിട് പൊടിയായി തീർന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും അതിനെ റിസ്റ്റോർ ചെയ്ത് റീബിൽഡ് ചെയ്ത് നമ്മൾ അന്തിച്ച് നോക്കത്തക്കവണ്ണം കർത്താവ് തിരിച്ചത് നമ്മുടെ കയ്യിൽ തരും. ഈ റിസ്റ്റോറും റീബിൽഡിങ്ങും അത് ഇൻറ്റിമേറ്റ്ലി ബ്യൂട്ടിഫുള്ളാണ് നമുക്ക്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ 2 കാര്യം മാത്രമല്ല, ഒരു 3rd പാർട്ടും കൂടെ അതിനുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നാം അവൻ്റെ സന്നിധാനത്തിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ. അതായത് റീസ്റ്റോർ ആൻഡ് റീബിൽഡ് മാത്രമല്ല, ദൈവത്തിൻ്റെ കപ്പാസിറ്റി എന്തിനാണെന്നറിയാമോ? റിഡീം ചെയ്യാൻ, നമ്മെ വീണ്ടെടുക്കുവാൻ. അത് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മിൽ നിന്ന് അവനെ എങ്ങനെ ആശ്രയിക്കണമെന്നും ഈ മരുഭൂയാത്രയിൽ
നമ്മെക്കുറിച്ചുള്ള അവൻ്റെ ഗ്രേറ്റ് പർപ്പസ് എന്താണെന്നും അനേക കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമ്മളൊരാളെ സഹായിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് പോകേണ്ട വഴി, ദിസ് ഇസ് ദ വേ ത്രൂ. അങ്ങനെ നാം പറഞ്ഞു കൊടുക്കുമല്ലേ? അങ്ങനെ നാം പറഞ്ഞു കൊടുക്കുന്ന പാത എങ്ങോട്ടാണ് നയിക്കുന്നത്? ഹിസ് ഗുഡ്നെസ് ആൻഡ് ഗ്രേസ്, ദൈവത്തിൻ്റെ നന്മയിലേക്കും കൃപയിലേക്കും ആ പാത നയിക്കും. അതാണ് ദൈവത്തിൻ്റെ ശക്തിയേറിയ വിശുദ്ധമായ റിഡംപ്റ്റീവ് വർക്ക്. An overflow of His work in you to others. നമ്മിൽ കൂടി അത് മുന്നോട്ട് പോകണം. അതായത് ദൈവത്തിന് മഹത്വവും ദൈവത്തിന് സ്തുതിയും കൊണ്ടുവരുന്നതായി തീരണം. യേശു കർത്താവ് തൻ്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, അതായത് കിങ്ഡം റിലമിൽ നാം നടക്കണം. ലോകത്തിൻ്റെ സാഹചര്യങ്ങളിലല്ല നാം നടക്കേണ്ടത്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ദോ ടൈംസ് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കടന്നു വരും. അത് കടന്നു വരുമ്പോൾ നാം തകർന്നു പോകേണ്ടവരല്ല, തളർന്നു പോകേണ്ടവരല്ല, നാം ഉറച്ചു നിൽക്കണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും നാം ഓവർലുക്ക് ചെയ്യും, അല്ലേ? അവൻ്റെ വഴികൾ ഹാർഡ് ആൻഡ് ഡിഫിക്കൽട്ടാണ് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഞാൻ പറയട്ടെ, ഈസിയും സ്മൂത്തും ഒന്നുമല്ലെങ്കിലും അത് ഹോളിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ട്രബിൾസ് കടന്നു വരും. എന്നാൽ നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ നമുക്ക് അവനെ കാണുവാൻ കഴിയണം, അവനിൽ ചാരുവാൻ കഴിയണം. കൃപയുടെ പല റിഥംസ് ആര് നിർബന്ധിച്ച് നമ്മെ ഏൽപ്പിക്കാതെ അനുഭവിപ്പാനും അറിവാനും നമുക്ക് കഴിയണം. ഒരിക്കലും ഈവൻ ദോ ടൈംസ് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വരുന്ന ടൈം ഓഫ് വെയിറ്റിംഗ് ആയിട്ട് തീർന്നാലും മനസ്സിലാക്കണം, സമയത്തിനും കാലത്തിനും അതീതനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. നമ്മുടെ കണ്ണുയർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് നോക്കാം. ഈ ലോകത്തിലെ ബുദ്ധിമുട്ടേറിയ കാഠിന്യമേറിയ സന്ദർഭങ്ങൾ വളരെ ക്ലിയറായിട്ട്, വളരെ ആഴത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ കൂടി വെളിപ്പെടേണ്ടത് അവൻ ചെയ്തെടുക്കും. പക്ഷേ അവനിൽ ചാരി അവനിൽ ആശ്രയിപ്പാൻ നമുക്ക് കഴിയണം. കംപ്ലീറ്റ്ലി അവനെ നാം ട്രസ്റ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ജീവിതയാത്ര ലൈഫ് ലോങ് ജേർണി ഓഫ് വാക്കിംഗ് ആൻഡ് സറണ്ടറിങ്ങാണ്. പിന്നെയും ചോദിച്ചാലും ഇറ്റ് ഈസ് എ ജേർണി ഓഫ് വാക്കിംഗ് ആൻഡ് സറണ്ടറിങ്. ദൈവവഴിയിൽ നടക്കുക, കീഴ്പ്പെട്ട് സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക, ദൈവത്തെ കൂടുതലധികമായി രുചിച്ചറിയുക. നമ്മുടെ എക്സ്പീരിയൻസിൽ കൂടി, അനുഭവങ്ങൾ കൂടി നാം ഗ്രഹിച്ച് മനസ്സിലാക്കി അറിയേണ്ട ഒരു കാര്യം, ഹീ ഈസ് ട്രസ്റ്റ് വർത്തി. നമ്മുടെ ദൈവം വിശ്വസിപ്പാൻ യോഗ്യനാണ്. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുന്നുണ്ട്, കം ലെറ്റ്സ് ഗോ. എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോക എന്ന് പറയുന്നു. യേശുവിൻ്റെ ഇൻവിറ്റേഷനാണ്. അതെപ്പോഴും കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കുന്നതല്ലേ. ദൈവം നമ്മെ കാര്യം പിടിച്ച് നമ്മോട് കൂടെ അവൻ നടക്കും. നമുക്ക് അവൻ്റെ വഴികളെക്കുറിച്ച് അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാം കേട്ടോ. അവൻ്റെ ശബ്ദം ഒന്നുകൂടെ തിരിച്ചറിയുവാൻ കൊണ്ടമിടയാകും. അവൻ്റെ സാന്നിധ്യം നമുക്ക് ചുറ്റും അവൻ തരും. അവൻ നമുക്ക് വേണ്ടി നിൽക്കും.